ഞാനൊരു R15 എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാനൊരു വലിയ റൈഡറായി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെ അല്ലെന്നുള്ളത് ഒരു ട്രാക്ക് സ്കൂളിൽ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അവർ വിചാരിക്കുന്നത് അവർ ഭയങ്കര സ്കിൽഡ് ആണ്, ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നു, എനിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി അങ്ങനല്ല. ട്രാക്കിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ട്. ഇന്റൻഷനലി നീ നിർത്തുന്ന പോലെ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ട് നിർത്തുന്ന പോലെ അവിടെ 5th വരുന്നവന് ഇവിടെ 4th ഇട്ടു, 3rd ഇട്ടു, 2nd ഇട്ടു, അങ്ങനെയൊന്നും ഇല്ല. ട്രാക്കിൽ പിന്നെ അടുത്ത ഓപ്പണോ. ട്രാക്കിൽ നീ സസ്പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ്, കംഫർട്ടല്ല. ബ്രേക്കിംഗ് ടൈമിൽ നിനക്ക് വണ്ടി സ്റ്റേബിൾ ആയിരിക്കണം, കോർണറിംഗ് ടൈമിൽ നിനക്ക് വണ്ടി സ്റ്റേബിൾ ആയിരിക്കണം, സ്ട്രേറ്റ് ലൈൻസിൽ നിനക്ക് വണ്ടി സ്റ്റേബിൾ ആയിരിക്കണം. RC200 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ RC200നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിത് 390 അത് ട്രെല്ലിസാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റിഫ്നെസ് ഉണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. റബ്ബർ കൊടുത്താൽ കുറച്ച് വൈബ്രേഷൻ കുറയ്ക്കത്തില്ലായിരുന്നു. റബ്ബർ വന്നു കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വരും ബൂട്ടയിൽ. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ എൻ്റെ കാല് നമ്മുടെ ഇങ്ങനെ ആയിരിക്കും. ബ്രേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്തേക്ക് ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്യാം, ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യാം, ഇങ്ങനെ മാറ്റാം, എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് മാറ്റാം. എന്തിനാണ് നീ ഇതിന് ട്രാക്ക് ബൈക്ക് എന്ന് പറയുന്നത്? ഓക്കെ, അതൊരു ജെന്യുവിൻ സംശയമാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇത് ട്രാക്കിൽ ഓടിക്കേണ്ടതാണ്, റോഡിൽ ഓടിക്കുന്നതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം കേൾക്കുന്നവർക്കും നിനക്കും തോന്നാമെന്നൊരു സംശയമുള്ളത്. ഒന്നാമത്തെ കാര്യം, നീ ഇത് നോക്കുക. ഞാൻ റോണിൽ വേണം സൈഡ് വെച്ച് കാണിച്ചു തരാം. നീ റോണിൽ ഇതും കൂടെ നോക്കുമ്പോൾ നിനക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഓക്കെ ഇത് എത്ര സുഖമുള്ളൊരു സംഭവമല്ല റോഡിൽ ഓടിക്കാന്നുള്ളത്. ആ സുഖക്കുറവ് നിനക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് വരുന്നത് ട്രാക്കിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് സീറ്റിങ്. ഇതിന് 815 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെ ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ആ ഹൈറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടിക്ക് അകത്തിരിക്കുന്നതിനേക്കാളും വണ്ടിക്ക് മുകളിൽ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കൺട്രോൾ ഫീൽ ചെയ്യും ട്രാക്കിൽ. അതുകൊണ്ടാണ് മിക്ക ട്രാക്ക് ബൈക്കുകൾക്കും സീറ്റ് ഹൈറ്റ് കൂടുതലായിരിക്കും. പ്രോപ്പറായിട്ട് നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പരിപാടികൾ വരും. പിന്നെ ഇത്രയും ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ഇത്രയും താത്തി കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നതും നിനക്ക് ട്രാക്കിൽ മാക്സിമം കൺട്രോൾ കിട്ടാമെന്ന് പറഞ്ഞൊരു സാധനത്തിനാണ്. എങ്ങനെ ഞാൻ ഈ ട്രാക്കിൽ ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ സ്ട്രെയിറ്റ് ലൈൻസിൽ ഒരിക്കലും നീ ഇങ്ങനെ നൂന്നിരിക്കത്തില്ല. ട്രാക്കിൽ നീ ഫുൾ സ്പീഡിലായിരിക്കും, നിന്നെ ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കും. സോ നിനക്ക് ട്രാക്കിൽ വേണ്ടത് മാക്സിമം വണ്ടിയുടെ സ്പീഡാണ്. അല്ലെങ്കിൽ നിൻ്റെ ഒപ്പോണൻ്റ് ഇവിടെ ആയിരിക്കും അവൻ നിൽക്കുന്നത്, നീ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. നിനക്ക് 1 km/h സ്പീഡിലും കൂടുതൽ കിട്ടിയാൽ നീ അവിടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിനക്ക് പറ്റുന്ന പോലെ നീ കുനിഞ്ഞ് കിടക്കും വണ്ടിയിൽ. അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ നീ ഇവിടെ ഹാൻഡിൽ ബാർ വരുന്നൊരു വണ്ടിയാണ് എന്ന് ആലോചിച്ച് നോക്കി. ബുദ്ധിമുട്ടാണ് ആണല്ലോ. ഇത് താന്നിരിക്കുന്നത് തന്നെയാണ് കംഫർട്ടബിൾ. ഇതും ട്രാക്കിൽ അത്രയ്ക്ക് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. ഇതിന്നും താക്കുന്നവരുണ്ട്. ഇതിൽ എങ്ങനെ താക്കാം? ഇവിടുന്ന് നമുക്കിത് കുറച്ച് താഴോട്ട് ആക്കാൻ പറ്റുന്ന പോലെയാണ് ഇതിൻ്റെ സെറ്റപ്പ് പോകുന്നത്. അപ്പോൾ ഇനിയും താക്കാം. ഇനിയും താഴോട്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് കുറച്ചുകൂടെ നീ പൊസിഷൻ മാറുന്നല്ലേ. എൻ്റെ കൈ ഏത് ടാങ്കി മുട്ടാൻ സ്ട്രൈറ്റ് പോകുമ്പോൾ ട്രാക്കിൽ ഒരിക്കലും നീ ഇത്രയും പോലും നിന്റെ വണ്ടി തിരിക്കത്തില്ല. ഇല്ല. ഓക്കെ, ട്രാക്കിൽ ഫുള്ള് കൗണ്ടർ സ്റ്റിയറിംഗ് ആണ്. അല്ലെങ്കിലും കൗണ്ടർ സ്റ്റിയറിംഗ് ആണ്. നീ നമ്മുടെ റോഡിൽ യൂട്ടേൺ അടിക്കുമ്പോഴും നമുക്ക് വെട്ടി തിരിച്ചൊരു റൈറ്റിൽ കയറുമ്പോഴേ ഉള്ളൂ ഇങ്ങനെ തിരിക്കുന്നത്. ട്രാക്കിൽ അതിൻ്റെ ആവശ്യമില്ല. മൊത്തം ഓൾമോസ്റ്റ് വണ്ടി സ്ട്രെയിറ്റിലാണ് പോകുന്നത് എപ്പോഴും. കോർണേഴ്സ് ആണെങ്കിൽ കൂടി നീ സ്ട്രെയിറ്റ് ആണ് ഒരു ലൈൻ പിടിക്കുന്നത് അവിടെ. കാരണം നീന്റെ വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് വണ്ടിയെ സ്റ്റിയർ ചെയ്യുന്നത്. അപ്പം ഒരിക്കലും നീ ഇത്രയും തന്നെ നിനക്ക് ട്രാക്കിൽ ഇനപ്പാ. അതിന് റേസിന് പോകുമ്പോൾ അവർ അതിന് ക്രൈറ്റീരിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്ര സ്റ്റിയറിങ്ങിന് ഇത്ര മൂവ്മെന്റ് എന്നുള്ളത്, ഇവിടുന്ന് ഇത്ര ഗ്യാപ്പ് വേണം, ഇവിടുന്ന് ഇത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത്. അത് വളരെ ചെറിയതായിരിക്കും. അപ്പം ഹാൻഡിൽ പൊസിഷൻ എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരുന്നാൽ തന്നെ എൻ്റെ കൈ വരുന്ന പൊസിഷൻ കണ്ടോ? ഈ കൈ വരുന്ന പൊസിഷൻ ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇത്രയും കൂടെ താഴ്മ. അതായത് അത്ര വലിയ താഴ്ചയിൽ ഇതാണ് ഒരു 5 mm 10 mm ഒക്കെ താഴ്ചയാണ് വരുന്നത്. അതിനകത്ത് അത്രയും വ്യത്യാസം, ചെറിയ മൈന്യൂട്ട് ചേഞ്ച് പോലും അത്രയും വ്യത്യാസം നമുക്ക് ട്രാക്കിൽ ഓടിക്കും. അത് ഈ വണ്ടിയെ തരുന്നുള്ളൂ. ഈ വണ്ടിയാണ് നിയർ ടു പെർഫെക്റ്റ് തരുന്നത്. ഓക്കെ, RCയും ഓൾമോസ്റ്റ് ഇതുപോലെ തരുന്നൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല കയ്യിൽ ടാങ്കിൽ ഇടിക്കുന്നു. അവിടെ ആ കംപ്ലയിൻ്റ് ഇല്ല. എനിക്ക് ഇനിയും താഴണമെന്നാണ് ആസ് എ ട്രാക്ക് റൈഡർ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും താഴ്ന്നു കഴിഞ്ഞാൽ നീ എന്തോ നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് കുനിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൈ ഇവിടെ വരും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വണ്ടി മൊത്തത്തിൽ എൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കൈ പൊങ്ങിയായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇങ്ങനെ ബാക്കിൽ എനിക്ക് ഏറ്റവും ഇറങ്ങാവുന്ന എൻ്റെ മാക്സ്, എൻ്റെ ഹൈറ്റിന് വെച്ചിട്ട് ഞാൻ ഇത്രയും മാക്സിൽ ബാക്കിൽ ഇറങ്ങും. എന്നിട്ട് അങ്ങ് കുനിയുമ്പോഴാണ് എനിക്ക് ഇതിനുള്ളിൽ നമ്മൾ വരുന്നത്. എൻ്റെ ഹെൽമെറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഞാനിങ്ങനെ. അപ്പോൾ എൻ്റെ ബോഡി ഓൾമോസ്റ്റ് ഫുള്ളി ഫെയറിങ്ങിനകത്താണ്, വണ്ടിക്കകത്താണ്. അപ്പോൾ ഏറ്റവും കുറവ് എന്നെ എത്രത്തോളം എൻ്റെ ദേഹത്ത് കാറ്റ് തട്ടാതിരിക്കുന്നോ അത്രത്തോളം എനിക്കത് അഡ്വാൻറ്റേജാണ്. അപ്പം അതിന് ഞാൻ എൻ്റെ ബോഡിയെ മൊത്തത്തിൽ ഷ്രിങ്ക് ആക്കും എത്ര പക്കറ്റ്. കാരണം നീ സ്ട്രെയിറ്റാണ് പോകുന്നത്. നിനക്ക് നിൻ്റെ നെക്സ്റ്റ് ടേൺ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണാം. നിൻ്റെ എതിരെ വണ്ടി വരുന്നില്ല, നിൻ്റെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല, ഒന്നുമില്ല. നീയും ഉണ്ട്, വണ്ടി ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. നീ ഫുള്ള് തിരിച്ചു പിടിച്ച് ഒറ്റ കിടപ്പാ. പിന്നെ നീ പൊങ്ങാൻ പോകുന്ന അടുത്ത ടേൺ വരുന്നതിൻ്റെ അവിടെ ആയിരിക്കും. അവിടെ വരുമ്പോൾ നീ ആ കിടക്കുന്നതിനകത്തുനിന്ന് പൊങ്ങിക്കൊണ്ട് പിന്നെ നീ ബ്രേക്ക് അപ്ലൈ ആണ്. ഈ ത്രോട്ടിൽ ഫുള്ള് പിടിച്ച് പിന്നെ അടുത്ത നടക്കാൻ പോകുന്നത് അടുത്ത ടേൺ എൻട്രി വരുന്നതിന് മുമ്പ് നിൻ്റെ ബ്രേക്കിംഗ് പോയിന്റിൽ നീ ത്രോട്ടിൽ ക്ലോസ് ചെയ്യുക, ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുക.
അല്ല അതിനിടയ്ക്ക് വേറെ ഒന്നുമില്ല. ഇത് വിട്ടിട്ട് നീ എഞ്ചിൻ ബ്രേക്കിംഗ് അതൊന്നും ഇല്ല. ട്രാക്കിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ട്. ഇന്റൻഷനലി നീ നിർത്തുന്ന പോലെ ഇപ്പൊ അവിടെ നിന്ന് ഇവിടെ കൊണ്ട് നിർത്തുന്ന പോലെ അവിടെ ഫിഫ്ത്ത് വരുന്നവന് ഇവിടെ ഫോർത്ത് ഇട്ടു, തേർഡ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, അങ്ങനൊന്നും ഇല്ല. ട്രാക്കിൽ വിട്ട് പിന്നെ അടുത്ത ഓപ്പണാ. ജസ്റ്റ് നിനക്ക് അത്രയും ഗ്യാപ്പേ ട്രാക്കിൽ കിട്ടത്തുള്ളൂ. അപ്പൊ പിന്നെ എന്താ അതിനാണ് ഈ സ്ലിപ്പർ ക്ലച്ച് കൊടുക്കേണ്ടതായിരുന്നു. ബൈഡയറക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ അത്രയും കൂടെ നല്ല. അന്ന് ഡൗൺ ഷിഫ്റ്റിൽ ക്ലച്ച് നോക്കണം. ജസ്റ്റ് നീ ബ്രേക്ക് ചെയ്യുക, ടക്ക് 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 താത്തി അടിക്കുക എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വന്നിട്ടില്ല ഇതിനകത്ത്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ആഫ്റ്റർ മാർക്കറ്റ് സാധനമൊക്കെ കിട്ടും. അത് പക്ഷെ കമ്പനിയുടെ ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഉണ്ട്. പിന്നെ ഷിഫ്റ്റുകൾ R15 വെക്കാനുള്ള ഇഷ്ടം പോലെ കിട്ടും. നീ പറഞ്ഞു ഇത്തിരി പാച്ചിനകത്ത് ഇത് പോകുമ്പോൾ ഭയങ്കര ബാക്ക് സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാണ്. അപ്പോൾ ആ ട്രാക്കിൽ എത്ര പാച്ചസ് പോകുമ്പോൾ ഈ ബാക്ക് സസ്പെൻഷനോ? ട്രാക്കിൽ നീ എന്തിനാ കംഫർട്ട്? നീ അവിടെ കംഫർട്ട് നോക്കുന്നില്ലല്ലോ. നിനക്ക് ഈ സസ്പെൻഷൻ കൊണ്ട് ഈ പാച്ചിൽ കയറുമ്പോൾ വണ്ടി അൺസ്റ്റേബിൾ ആയിട്ട് തെന്നി പോകുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ തെന്നി പോയാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതല്ല, ആ പാച്ചിൽ കയറിയത് സസ്പെൻഷൻ ഒന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വണ്ടി സ്റ്റേബിൾ ആക്കുക. ട്രാക്കിൽ നീ സസ്പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ്, കംഫർട്ടല്ല. ബ്രേക്കിംഗ് ടൈമിൽ നിനക്ക് വണ്ടി സ്റ്റേബിൾ ആയിരിക്കണം. കോർണറിംഗ് ടൈമിൽ നിനക്ക് വണ്ടി സ്റ്റേബിൾ ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻസിൽ നിനക്ക് വണ്ടി സ്റ്റേബിൾ ആയിരിക്കണം. ഈ സാധനങ്ങൾ മാത്രമേ സസ്പെൻഷൻ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ട്രാക്ക് ബൈക്സിൽ സസ്പെൻഷൻ സ്റ്റിഫർ സസ്പെൻഷൻ ആക്കുന്നത്, റോഡ് ബൈക്കിൽ വരുമ്പോൾ സോഫ്റ്റർ ആക്കുന്നത്. സോഫ്റ്റർ ആകുമ്പോഴത്തേക്ക് നിനക്ക് ആ ഒരു ഫീഡ്ബാക്ക് കുറയും. പക്ഷെ നീ കുറച്ചുകൂടെ പ്രഷർ റൈഡ് ആയതുകൊണ്ട് സുഖമായിരിക്കും. പക്ഷേ ട്രാക്കിൽ നമുക്ക് മാക്സിമം ടയറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വേണം. ടയർ എന്ത് ചെയ്യുന്നത്, ഏത് പോയിന്റിലാണ് നിന്റെ ഗ്രിപ്പ് ലൂസ് ആവുന്നത്, എത്രയും കൂടെ നിനക്ക് ഇനി പുഷ് ചെയ്യാം, ഈ സാധനങ്ങൾ സ്റ്റിഫ് സസ്പെൻഷനിലൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ട്രാക്കിൽ വരുമ്പോഴത്തേക്ക് സ്റ്റിഫ് തന്നെ ആയിരിക്കും. അവിടെ ഈ പറഞ്ഞ പോലെ ഗട്ടറുണ്ടല്ലോ വണ്ടി അടിപ്പോണ്ട് അതൊന്നും അവിടെ വിഷയമുള്ള കാര്യമില്ല. വണ്ടിയുടെ ടയർ പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുക, ആ ലോഡ് പ്രോപ്പറായിട്ട് ടയറിൽ കൊടുത്ത് പിടിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് സസ്പെൻഷൻ ഡ്യൂട്ടി. ടയർ മാറ്റുമോ? ഡെഫിനറ്റ്ലി ടയർ മാറ്റും. ആദ്യം ഷോറൂമിൽ നിന്ന് ഇറക്കിയാൽ മാറ്റുന്ന ടയർ ആയിരിക്കും. ഓക്കെ, നീ ഏതിടും? സ്ലിക്സ് ആണ് ഏറ്റവും ബെറ്റർ ഗ്രിപ്പ് വരുന്ന സാധനം. മറ്റേ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ലാത്ത മൊട്ട ടയർ ഉണ്ടല്ലോ ട്രാക്കിൽ ഓടിക്കുന്നത്. അതപ്പോൾ ആകുമ്പോൾ നീ ട്രക്ക് കയറ്റിക്കൊണ്ട് പോകണം. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. റോഡിൽ കൂടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാനിത് മാറ്റിയിട്ട് യൂറോ ഗ്രിപ്പിൻ്റെ പ്രോട്ടോർക്ക് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ അപ്പോളോ വാങ്ങിച്ചിടാം. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് കേട്ടെ. അപ്പോൾ ട്രാക്കിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയല്ലേ ഇത്? ഏറ്റവും കുറവ് പെർഫോമൻസ് തരുന്നത് 155 ആണ്. അപ്പോൾ നീ ഇങ്ങനത്തെ ടയറുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ എത്ര നാൾ നിൽക്കും ഈ ടയറൊക്കെ? പെട്ടെന്ന് ടയറിന്റെ സൈഡ് വോൾസ് പെട്ടെന്ന് തീരും. ഫ്രണ്ട് ടയറിന്റെ അത്യാവശ്യം പെട്ടെന്ന് തീരും. ഒരു 2-3 സെഷൻ കൊണ്ട്? ഇല്ല 2-3 സെഷനിലൊന്നും തീരത്തില്ല ഈ വണ്ടിയിലൊക്കെ. അതിൽ കൂടുതൽ കിടക്കും. ഡിപ്പെൻസ്, നീ അത് എന്തോരം യൂസ് ചെയ്യുന്നു എന്നുള്ളതോടെ ഡിപ്പെൻഡ്. ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ 2-3 നേരത്തിന് എനിക്ക് തീരത്തില്ല. ചിലപ്പോൾ എന്നെക്കാളും നന്നായി ഇപ്പോൾ അനീഷ് പോലുള്ള ആളുകൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരാമെന്നുള്ളതാണ്. അവരതുപോലെ പുഷ് ചെയ്യും. അതാ ഡിപ്പെൻസ് ഓൺ റൈഡർ. പിന്നെ വണ്ടിയുടെ പെർഫോമൻസും മാറ്റർ ആകും. ഇപ്പോൾ 390 ടയർ തീരുന്ന പോലെ ഇതിൽ ടയർ തീരത്തില്ല. ഇതിനകത്ത് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 2 ദിവസത്തെ വേണമെന്നുണ്ടെങ്കിലും ട്രാക്ക് വേണം ചെയ്യാം. അതുപോലെ മൈലേജ് സാധനം എഫിഷ്യൻ്റ് ആയതുകൊണ്ട് ടയറിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. എല്ലാം ബാക്കി കമാൻഡ്സ് എല്ലാം അതുപോലെ തന്നെ. എനിക്ക് ചെറിയ എക്സ്പെൻസിൽ പരിപാടി പഠിച്ചെടുക്കാൻ പറ്റും. കൂടെ വണ്ടി സപ്പോർട്ട് ചെയ്യും. പിന്നെ വെയിറ്റ് കുറവാണ്, 141 കിലോയേ ഉള്ളൂ വെയിറ്റ്. കൂടെ നീ ട്രാക്കിൽ ഇറക്കുന്ന സമയത്ത് ഞാൻ എക്സോസ്റ്റ് മാറ്റിക്കോ, മിറർ കളഞ്ഞു, ഈ ബാക്കി ഇരിക്കാൻ ചവിട്ടുന്ന കുന്നെടുത്ത് കളഞ്ഞു, കിരികാട് എല്ലാം ഊരി കളഞ്ഞു. അതെന്തോ അത്രയൊക്കെ ഊരി കളഞ്ഞു? അതുപോലെ ഇതെല്ലാം കൂടെ കളഞ്ഞ ഒരു 5 കിലോ കുറഞ്ഞെന്ന് നീ വിചാരിച്ചേ? 141 5 പറഞ്ഞ അത്രയും കുറയോന്ന് ഞാൻ ചോദിക്കും. കുറയും. പിന്നെ ഇരുമ്പല്ലോ. അപ്പോൾ അത്രയും കുറയുമ്പോൾ പിന്നെ വണ്ടി പുഷ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് കൂടുകയാണ്. അവർക്ക് പവർ ടു വെയിറ്റ് റേഷ്യോ കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഹാൻഡ്ലിംഗ് നിന്റെ ബെറ്റർ ആകുകയാണ്. ട്രാക്കിൽ ഓടിക്കുമ്പോൾ നിനക്ക് നിന്റെ വണ്ടി എന്തോരം ലൈറ്റർ ആയിട്ടിരിക്കുന്നോ അത്രയും ബെസ്റ്റ് ആണ്. തോന്നും അയ്യോ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി പോകല്ലോ. വെയിറ്റും സ്റ്റെബിലിറ്റിയുമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമല്ല. സസ്പെൻഷനിലാണ് അവിടെ കളി. സസ്പെൻഷനും നിന്റെ ഷാസിയുമാണ് അവിടെ മെയിൻ. ഷാസി എന്തോരം സ്റ്റിഫാണ്, അത് എത്ര നല്ല സസ്പെൻഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാസി എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ ചാസിയാണ്. ഡെൽറ്റ ബോക്സ് ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ളൊരു ചാസിയാണ്. നല്ല സ്റ്റിഫ് ചാസിയാണ്. ഭയങ്കര കോൺഫിഡൻസ് നിനക്ക് വരും കോർണറിലും സ്ട്രെയിറ്റിലും എല്ലാം. ഈ RC200 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ RC200 കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിത് 390 കളാണ്. അത് ട്രെല്ലിസാണ്. അതിൻ്റേതായിട്ടുള്ള സ്റ്റിഫ്നെസ് ഉണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. RC390 കുറച്ചും കൂടെ കോൺഫിഡൻസ് തരുന്നുണ്ടെന്ന്? ഇല്ല, എനിക്ക് RC-യേക്കാൾ R15 കോൺഫിഡൻസ്. RC-യുടെ സസ്പെൻഷൻ കൂടെ ചേഞ്ച് ചെയ്യണം. RC-യുടെ സ്റ്റോക്ക് സസ്പെൻഷനിൽ അതത്ര നല്ലൊരു ട്രാക്ക് പെർഫോമർ അല്ല. അതുകൊണ്ടാണ് RC390 എടുക്കുന്നവരൊക്കെ ട്രാക്കിൽ ഓടിക്കുമ്പോൾ സസ്പെൻഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോഴേ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടത്തുള്ള ഷാസി എന്നുള്ളത്. അപ്പം നീ ഇതിനകത്ത് ബ്രേക്സ് ചേഞ്ച് ചെയ്യാറുണ്ടോ? ബ്രേക്സ് ഞാനിപ്പം കിടക്കുന്നത് മാറ്റി സിൻഡേഡ് ആക്കുക, അല്ലെ ബ്രേക്ക് ലൈന് മാറ്റുക, ABS എടുത്ത് കളയുക പോലത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുമായിരിക്കും. കാരണം ABSൻ്റെ ആവശ്യമില്ല നമുക്ക് ട്രാക്കിൽ. നമ്മളെല്ലാം കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്, ഒന്നും സഡനായിട്ട് ചെയ്യുന്നില്ല. എതിരെ വണ്ടിയും പട്ടിയൊന്നും ചാടാനില്ല. ചിലപ്പോൾ പന്നിയെല്ലാം പന്നിയാണ് എമമാർട്ടിലാണ് ചിലപ്പോൾ പന്നി ഓടുമായിരിക്കും. അത് എന്തോ ജസ്റ്റൻസ്. ഈ സീറ്റ് ഇത്ര സ്റ്റിഫായിട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നീ ഇത് ലോങ് അവേഴ്സ് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സീറ്റല്ല.
സീറ്റിൽ പാഡിങ് കൂടി കഴിഞ്ഞാൽ നിന്റെ ഈ മൂവ്മെന്റ് നിനക്ക് ലിമിറ്റഡ് ആവും. ട്രാക്കിൽ നിനക്ക് എപ്പോഴും നീ ഇങ്ങനെ പോകണം, അടുത്ത കോർണർ വരുമ്പോൾ നീ ഇപ്പുറത്തോട്ട് സ്ലൈഡ് ആവുകയാണ് ആള്. അപ്പം പാഡിങ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ആ ഒരു മൂവ്മെന്റ് നിനക്ക് അവിടെ ലിമിറ്റ് ആവും. അതിനാണ് ട്രാക്ക് ബൈക്സിലെല്ലാം ചെറിയ പാഡിങ്. അതാണ് മറ്റേ നിങ്ങൾ ലെതർ സൂട്ട് ഇട്ട് കഴിയുമ്പോൾ ഫ്രിക്ഷൻ അത് പിടുത്തം വരുവാണ്. അവിടെ കുഷ്യൻ കൂടുതലുണ്ടെങ്കിൽ നീ അമരുകയാണ് പിന്നെ സീറ്റിലോട്ട്. ഈ റേസ് പ്രോസ്റ്റോക്ക് റേസ് ബൈക്സ് നോക്കിയാൽ ഈ സീറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല, ഒരു ചെറിയ ഫോം പീസ് കട്ട് ചെയ്ത് മാത്രം. കാരണം അതിന്റെ ആവശ്യമുള്ളൂ. നീ സീറ്റ് ഇരിക്കുന്ന പോലും നീ വണ്ടിയിൽ ഇരിക്കുന്നത് അടി തരുന്നല്ല. അത് നീ നിനക്ക് മനസ്സിലാവും നീ ബെഞ്ചായിരിക്കുന്നത്. പക്ഷെ നീ അത് മനസ്സിലാക്കാനല്ല ആ ട്രാക്കിൽ അതേ ഇരിക്കുന്നത്. നീ റേസ് ചെയ്യുന്നത് ഒരു 20 മിനിറ്റ് റേസേ ഉള്ളൂ നിനക്ക്. ആ 20 മിനിറ്റിൽ നീ ഇരുന്ന് സുഖിക്കാനല്ല വണ്ടിയിൽ ഇരിക്കുന്നത്. നിനക്ക് ആ വണ്ടി എത്രത്തോളം പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റും അത്ര. അപ്പം നിനക്ക് നീ അതൊന്നും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഈ പാഡ് എടുത്തങ്ങ് മാറ്റുമോ? അതോ വേറെ ഇത് R15 യൂസ് ചെയ്യുന്നവർ ഇത് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇതുപോലുള്ള റേസ് ബൈക്കിൽ എന്തുകൊണ്ട് തിക്ക് പാഡിങ്ങോ അല്ലെ വലിയ അങ്ങനത്തെ സീറ്റുകളോ കൊടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഗ്യാപ്പ് വരുന്ന സാധനം നിനക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് ആ ഗ്യാപ്പ് വേണം, എന്നാലേ ഈ മറ്റേ സീറ്റിൻ്റെ അവിടെ വന്ന് നിന്റെ ബാഗ് നിനക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. നീ പറഞ്ഞ മറ്റേ ആ R15 ആ സീറ്റ് പറ്റും. സീറ്റിൻ്റെ ആവശ്യമില്ല. അതിന് ഇത്രയും സപ്പോർട്ട് തരാൻ പറ്റത്തില്ല ട്രാക്കിൽ ആക്ച്വലി. അത് ചുമ്മാ റോഡിൽ ആളെ പറ്റിക്കാൻ കൊടുത്തേക്കുന്ന സീറ്റ് തന്നെ ഉള്ളൂ. പിന്നെ ഫുഡ് പെക്ക് പൊസിഷൻ വരുന്നത്. ഫുഡ് പെക്ക് വരുമ്പോൾ എപ്പോഴും ട്രാക്ക് ബൈക്കുകൾക്ക് അത് ബാക്കിൽ റിയർ സെറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അപ്പും കൂടെ ആയിരിക്കും. നിന്റെ കാല് എത്രത്തോളം ഇങ്ങനെ മടങ്ങി വരുന്നോ നിനക്ക് അത്രത്തോളം നിന്റെ നീ ഓപ്പൺ ചെയ്യുക അല്ലെ വണ്ടിയിൽ ഇങ്ങനെ ആങ്കർ ചെയ്യാനുള്ളൊരു പവർ കിട്ടുകയാണ്. എനിക്കിവിടെ റോണിന് ഇവിടെ വരുന്നതുകൊണ്ട് എനിക്ക് അത് അത്രയും കിട്ടത്തില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ കാല് മടങ്ങി വരുമ്പോഴത്തേക്ക് എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നാമത്തെ ടാങ്കിലോട്ടുള്ള ഗ്രിപ്പ് കിട്ടുകയാണ്. അതെനിക്ക് നന്നായിട്ട് പുഷ് ചെയ്ത് വണ്ടി ഇങ്ങനെ ചവിട്ടാൻ തലയിലോട്ട്. അതൊരു കോർണർ എടുക്കുന്ന സമയത്തേക്ക് ഞാൻ എൻ്റെ കാല് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഇതിങ്ങനെ പുഷ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാല് ഇവിടെ ലോക്കാണ് ബാക്കിൽ വരുമ്പോഴത്തേക്ക്. ഇനിയും കുറച്ചുകൂടെ ബാക്ക്, അതായത് ഞാൻ ഇവിടെ ചവിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ലെവറേജ് കിട്ടും. അവിടെ ചവിട്ടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ കടിയൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം നല്ല രീതി ഇതുപോലെ ബെൻഡ് വരേണ്ടി കാട്ടിക്കുക. അതിന്റെ ഗുണം എന്തുവാ? നീ ഇങ്ങനെ ആ വണ്ടിയിൽ ഇരിക്കുന്നത്, നീ ഇങ്ങനെ ഒന്ന് വണ്ടിയിൽ ഇരുന്ന് നോക്കണം. നിനക്ക് അതിന്റെ കോൺഫിഡൻസ് അറിയണം. നിന്റെ കൈ ഇവിടെ ഇതാണ് വരുന്നത്. കാരണം വണ്ടി അത്ര സ്പീഡിൽ പോകുമ്പോൾ നിനക്ക് ഈ പൊസിഷനാണ് ഏറ്റവും കൺട്രോൾ കിട്ടുന്നത്. സ്ലോ സ്പീഡിൽ അത് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. പക്ഷേ സ്ലോ സ്പീഡിൽ ഓടിക്കാനല്ല ആ വണ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പർപ്പസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിറ്റിയിലൊക്കെ പോകാനൊക്കെ കാര്യം പിന്നല്ലാണ്ട് അവനെ പിന്നെ അതുപോലെ അതേ തെളിഞ്ഞെ പൊക്കി മാറ്റേണ്ടി വരും. ഈ R15 പിന്നെ അവരൊരു ഒരുമാതിരി ഒന്ന് റിലാക്സ് ആക്കിയാ കൊടുത്തേക്കുന്നത്. റോഡിലും കൂടെ ഒന്ന് ഓടിക്കുമ്പോൾ ഒരു ഇതൊന്നും മഞ്ഞിട്ട് R15 റിലാക്സ്ഡ് ആണ് അവർ R3 കൊടുത്തേക്കുന്നത്. നല്ല റിലാക്സ്ഡാ. എന്നാൽ അത് നമുക്ക് അഗ്രസീവായിട്ട് ഓടിക്കുന്ന സമയത്തും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പിന്നെ എന്തിനാ ആൾക്കാർ ഈ R3 കൂടുതൽ സ്വിച്ച് ചെയ്യുന്നത്? ആരും ചെയ്യുന്നു ട്രാക്കിൽ സ്വിച്ച് ചെയ്യുന്ന ആരെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾക്ക് നീ സ്റ്റോക്ക് 300-400 കാറ്റഗറിയിൽ ഓടിക്കണമെങ്കിൽ നിനക്ക് ഭയങ്കര ലിമിറ്റഡ് വണ്ടീസ് ഉള്ളൂ. ലിമിറ്റഡ് വണ്ടീസ് എന്നല്ല, 3 വണ്ടിയേ ഉള്ളൂ. KTM 390. പിന്നെ നിഞ്ച ഇല്ല. 300-400 എന്ന് പറഞ്ഞാൽ നിഞ്ച 299cc 300 അല്ലെ 301cc വന്നാലേ നിനക്ക് അതിന് മണ്ടക്കോട്ട് വരണം. അപ്പോൾ അപ്രിലിയ കാണുമല്ലോ. അപ്രിലിയ കാണും. അല്ല അപ്രിലിയ വരത്തില്ല. അപ്രിലിയ 457 300-400 ആണ് കാറ്റഗറി. ഇടയ്ക്ക് നിൽക്കുക മാത്രമല്ല മാനുഫാക്ചറേഴ്സ് FMCIക്ക് വണ്ടി ഈ വണ്ടി അതിന് പറ്റും നിങ്ങൾ ചെയ്തോന്ന് ആ രീതിയും കൂടെ കൊടുക്കണം. എന്നാലും അത് റേസിൽ KTM 390 ഉണ്ട്, അതുപോലെ തന്നെ R3 ഉണ്ട്, TVS അപ്പാഷ 310 ഉണ്ട്. നീ നോക്കിയാൽ മനസ്സിലാവും R3യുടെ എഞ്ചിൻ കപ്പാസിറ്റി എത്ര? 321. R3യുടെ എഞ്ചിൻ കപ്പാസിറ്റി എത്ര? 312. എന്തുകൊണ്ട് അവർ 300 കൊടുക്കാൻ? കാരണം 300 ആക്കാൻ പാടാണ്. 299 റേഞ്ചിൽ വരെയുള്ളൂ. പിന്നെ വരുമ്പോൾ 300 മേളിൽ പോകും. അപ്പോൾ 300 മേളിൽ പോകുമ്പോൾ അവർക്ക് ആ ഒരു സ്വീറ്റ് സ്പോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. R3 വരുമ്പോഴത്തേക്ക് 321 കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് 310 കാര്യം നീ പറഞ്ഞു. 310 എങ്ങനെയുണ്ട്? എന്നെക്കാൾ റിലാക്സ്ഡാ. അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് RR 310 റേസിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അത് സ്റ്റോക്ക് കണ്ടീഷനിൽ നിനക്ക് ട്രാക്കിൽ ഈ പറയുന്ന അത്ര വലിയ പരിപാടിക്കൊന്നുമില്ല. എന്നാലും നല്ലതായിട്ട് പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് അത്. പക്ഷേ അതിനായിട്ട് BTO കിറ്റിൽ അവർ ഒരിക്കൽ ലോ ഹാൻഡിൽ ബാറും റിയർ സെറ്റ് ഫുഡ് ബെക്ക് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ കയ്യിലൊരു അത്യാവശ്യം നല്ല സമയം ആ വണ്ടി കയ്യിലുണ്ടായിരുന്നു. അത് റേസിൽ പെട്ടയ്ക്കാൻ നിനക്ക്, കാരണം ആ പൊസിഷൻ പക്കയാവും കറക്റ്റ്. ശരിയാ. ഹൈ സ്പീഡിൽ കിടിലാണ്, ലോ സ്പീഡിൽ അതുകൊണ്ടാണ് ഈ ഒരു ഇത് കൊടുത്തേക്കുന്നത്. അതാണ് ഫുഡ് പെക്കിന്. പിന്നെ ഈ ഫുഡ് പെക്സിൽ ഇത് നിനക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലായി. റേസ് ബൈക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് R15 നോക്കിയാൽ ഇവിടെ ഇപ്പം ഫുൾ അലുമിനിയം, ഇവിടെ റബ്ബറോ കാര്യങ്ങളൊന്നുമില്ല. ഇതെന്തിനും ഇങ്ങനെ വന്നേക്കുന്നത് അറിയില്ല. റബ്ബർ കൊടുത്താൽ കുറച്ച് വൈബ്രേഷൻ കുറയ്ക്കത്തില്ലായിരുന്നു. റബ്ബർ വന്നു കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വരും ബൂട്ടാല്. വേണ്ട, ഇതെനിക്ക് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ കാല്. എനിക്ക് ബ്രേക്ക് ടാപ്പ് ചെയ്യേണ്ട സമയത്തേക്ക് അത് കാല് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക. ബ്രേക്ക് ടാപ്പ് ചെയ്യേണ്ട സമയത്തേക്ക് ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്യാം, ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യാം, ഇങ്ങനെ മാറ്റാം, എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് മാറ്റാം. റബ്ബറിൽ ഈ ഒരു സാധനം എനിക്ക് നടക്കും. നമുക്ക് ആ ഒരു ഗ്രിപ്പ് വേണ്ടേ? ഗ്രിപ്പ് ഉണ്ടല്ലോ ഇവിടെ. അത് ഇത് കുത്തുണ്ട്, എൻ്റെ ബൂട്ടിൻ്റെ അടി ഗ്രിപ്പ് ഉണ്ട്. സോ അതുപോലെ ഞാൻ വെയിറ്റ് ചെയ്തതിലോട്ടാണ് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് അവിടെ ഗ്രിപ്പ് ഉണ്ട്, തെന്നി പോകത്തില്ല.
എത്ര ഞാൻ കൂടെ തന്നെ പെനത്തിലോ കാല് ഇവിടെ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിക്കാം എനിക്ക്. നീ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഒരു സാധനം നിനക്ക് ഒരു ഇത്രയും കൂടെ ബാക്ക് ഇറക്കി വെക്കുക, എന്നിട്ട് ഇത് റിമൂവ് ചെയ്യും. എന്ത് കാര്യം? എന്ത് ഇതിന്റെ ആവശ്യം എന്താ? ഇത് ബാക്കി ഇരിക്കാൻ ആക്കി ചവിട്ടാനുള്ള സാധനം. ഇത് ഓരോന്നെടുത്ത് കളഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് 1-1.5 കിലോ ലാഭിക്കാം അവിടെ. ഇതിന്റെ ആവശ്യമില്ല ഒന്ന്. പിന്നെ ഇത് ബാക്കിലോട്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ആ കാലിൻ്റെ മടക്കം കിട്ടുന്നതുകൊണ്ട് വണ്ടിയിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ആങ്കറിങ് കിട്ടും നല്ലപോലെ. ഈ ടാങ്കിൻ്റെ ഡിസൈനിങ് നോക്കാം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത്. കാരണം ഈ രണ്ട് സൈഡിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ കാലിന് നീ ലോക്ക് ചെയ്യാം. ബ്രേക്കിംഗ് ടൈമിൽ നന്നായിട്ട് നീ ലോക്ക് ചെയ്യാം. കോർണറിങ് സമയത്ത് ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ട് നമ്മുടെ കാല് ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഇതിൽ വരുന്നത്. ഇവിടെ കൊണ്ട് ആണ് ഈ എഡ്ജിൽ ഇങ്ങനത്തെ ഡിസൈൻ വരുന്നത്. എനിക്ക് റോണിനകത്തില്ലല്ലോ ആ എഡ്ജിൻ്റെ ആ ഡിസൈൻ ഇല്ല. കാരണം ആ വണ്ടിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ കാലും വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ഓഫ് ചെയ്ത് കിടക്കാൻ പോകുന്നില്ല റോണിൽ. ഇതൊന്നും ഞങ്ങൾ ഇതിനിപ്പുറം വരത്തില്ല. എൻ്റെ കാല് ഇവിടെ ലോക്കാണ്. അപ്പോൾ എനിക്ക് എത്ര വേണേലും ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കാൻ വണ്ടിയാൽ അങ്ങനെ കിടക്കണം നിർബന്ധമുണ്ട്. അത് ബോഡി പൊസിഷനിങ് എന്ന് പറയുന്നത്. അത് നീ ആ പോകുന്ന സ്പീഡ്സിനനുസരിച്ച് അങ്ങനെ കിടന്നില്ലെന്നുണ്ടെങ്കിൽ നിന്റെ ടയർ സ്ലൈഡ് ഓഫ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു RR 310 ഉള്ളവനോ KTM ഉള്ളവനോ ഈ പറയുന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അതോ ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ നൈസ് ആയിരിക്കും. കാരണം ഇത് കുറച്ചുകൂടെ ലെസ് എക്സ്പെൻസീവ് ആണ് അതിനേക്കാളും. നീ ഇപ്പോൾ താഴെ വീണെന്തെങ്കിലും ചെയ്യുവാലും നീ പഠിക്കുന്നേ ഉള്ളൂ. നീ ത്രോട്ടിൽ വരെ പഠിക്കുന്നേ ഉള്ളൂ എങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ. അത് കുറേ കൂടെ പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അത് കാരണം അത് നമ്മൾ പെട്ടെന്ന് ആദ്യം കയറി ഓടിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ തന്നെയും അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇതാ ചെറിയ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. അല്ല, അവർ ട്രാക്കിലല്ലെങ്കിലും ഈ സംഗതികളെല്ലാം റിമൂവ് ചെയ്യുമല്ലോ. നമുക്ക് ഇവിടെ മൊത്തം ഈ ഇതിന്റെ ഹെഡ് ലാമ്പ് എല്ലാം കവർ ചെയ്യും. പിന്നെ കണ്ണാടി വെക്കത്തില്ല, കണ്ണാടി എല്ലാം റിമൂവ് ചെയ്യും. പിന്നെ വേറെന്തോ അവർ റിമൂവ് ചെയ്യുന്നത്? ABS അത് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ട്രാക്ക് ലൈൻ്റെ ആവശ്യമാണ്. അത് ഹാർഡ് ബ്രേക്കിംഗ് ടൈമിൽ അത് കയറി ഇൻറോഡ് ആവും. നിന്റെ ഡിസ്റ്റൻസ് കൂട്ടും. അതിന്റെ ആവശ്യമില്ലാതെ. ഇപ്പോൾ ട്രാക്കിൽ നീ പറയുന്നത് 100% നീ പിടിക്കുന്നിടത്ത് വണ്ടി നിൽക്കുകയും ചെയ്യും, വണ്ടി സ്കിഡ് ഓഫ് ആയി പോകത്തുമില്ലെന്നോ? പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നിന്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തല്ല പിടിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അതായത് നിന്റെ കോർണർ എൻട്രി സ്ഥലമായിട്ട് എന്നിട്ട് നീ സ്പീഡില്ല, നിനക്ക് കോർണർ എൻട്രി എടുക്കുന്ന സ്പീഡ് നീ എത്തിയിട്ടില്ല. അപ്പോൾ നീ എന്ത് പിന്നെയും യൂസ് ചെയ്യും. അപ്പോൾ ടയർ ഗ്രിപ്പ് ലൂസ് ചെയ്യും. അങ്ങനെ ഞാൻ വീണിട്ടുണ്ടല്ലോ. ഞാൻ GT കപ്പിന് ആദ്യം എന്നിട്ട് കരിയില ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് 100-160 വന്നിട്ടാണ്. 160 വീണില്ല, കുറച്ചൊന്ന് ഫ്ലോ ആക്കി പിന്നെ ഒറ്റപ്പെടുത്താൻ 120 ആയിരിക്കണം. നല്ല വീഴ്ചയായിരുന്നു. ഫ്രണ്ടിലുള്ള ആള് പെട്ടെന്ന് നീങ്ങി സ്ലോ ഡൗൺ ആണ്. ഞാൻ അവന്റെ സെയിം ലൈനിൽ തന്നെയാണ്. അത് ഞാൻ ചെയ്ത ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഒരിക്കലും ഫ്രണ്ടിൽ പോകുന്ന ആളുടെ അതേ ലൈൻ തന്നെ നമ്മൾ കീപ്പ് ചെയ്യരുത്. അത് അങ്ങനെ വന്ന് അവൻ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ വരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി പാനിക്കായിട്ട് ബ്രേക്ക് അടിക്കും. ഫ്രണ്ട് ലോക്കാവും. ഫ്രണ്ട് ലോക്കായാൽ പോയി. റോഡിൽ എങ്ങനെ സംഭവിക്കുന്നത്? അപ്രതീക്ഷിതമായിട്ടൊരാൾ ഫ്രണ്ടിൽ ചാടുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മഴയത്തോ അങ്ങനെയൊക്കെ തിന്നുന്ന സമയങ്ങളിലാണ്. അതിനാണ് ABS കൊടുത്തിരിക്കുന്നത്. പിന്നെ നിന്റെ വണ്ടി മറ്റേ GT ആണ്. അത് അത്രയും മൊമെന്റോ ഉള്ള സാധനമാണ്. അത് അത്രയും നീ അതായത് ഇതിന് കുറച്ചുകൂടെ ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഇതിന് ഇത്രയും വെയിറ്റ് കുറവായതുകൊണ്ട് നിന്നെ അതേ ഇടുന്ന അത്ര എഫേർട്ട് വേണ്ട ഈ വണ്ടി നിർത്താൻ. അതിന്റെ 10-1 ചിലപ്പോൾ ഇത് നിൽക്കും. ഇത് GTയുടെ അത്രയും സ്പീഡ് ക്യാച്ച് ചെയ്യുമോ? ഇല്ല. ട്രാക്കിൽ ഇല്ല. GTയുടെ അത്ര ആക്സലറേഷനും കിട്ടത്തില്ല, GT അത്ര സ്പീഡും കിട്ടത്തില്ല. അല്ല, സ്പീഡ് ഇല്ല. ആക്സലറേഷൻ എന്താ? ഇത് കൂടിപ്പോയ ട്രാക്കിൽ 145 വരെയൊക്കെ പോകാൻ സ്ഥലമേ നിനക്ക് ഒരു ട്രാക്കിൽ കിട്ടത്തുള്ളൂ. ഒന്നാമത്തേത് അത് നീ എത്ര ബെറ്റർ ആയിട്ട് നിന്റെ എക്സിറ്റ് എടുത്തെന്ന് പറഞ്ഞാലും നീ സ്ട്രെച്ചിലൊരു 140-150 അടുത്തേ പോകത്തുള്ളൂ. GT സുഖമായിട്ട് 160 ആയിരിക്കും. ആ സ്പീഡ്സിലോട്ട് എത്തുന്നത് വളരെ ഗ്രാജുവലായിട്ടേ എത്തുള്ളൂ. GT പോലെ ടൊക്കെന്ന് എത്തത്തില്ല. നീ നോക്കി അത് ഏത് അക്കാഡമി പോയാലും അവർ നിനക്ക് പഠിക്കാൻ തരുന്ന R15 ആയിരിക്കും. അതാണ് ഷൂമി പറഞ്ഞിട്ട് ഏത് റൈഡിങ് അക്കാഡമി പോയാലും അവര് സ്വന്തമായിട്ട് തരുന്നവർ വളരെ കുറവാണ്. പക്ഷെ അവർ റെന്റിന് എടുക്കാൻ പറയുന്നത് റെന്റിന് എടുപ്പിക്കുന്നത് R15 ആയിരിക്കും. പിന്നെ മറ്റേ ഷൂമി അതും പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഈ വണ്ടി അങ്ങ് എടുക്കും. പക്ഷെ ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയത്തില്ല. ലുക്ക് വെച്ചെടുത്ത് ഇരിക്കുന്ന ആർക്ക് ഈ വണ്ടി എന്താണെന്നോ ഇതിന്റെ എന്തൊക്കെയാണ് അഡ്വാൻസ്. പക്ഷെ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിട്ട് ഈ വണ്ടി ഓടിച്ചു നോക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ വണ്ടി ഇഷ്ടപ്പെടും. ഈ ടെക്നിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിൽ മുത്താണെന്ന് പറയും ഈ വണ്ടി. അതുകൊണ്ടാണ് ഇത് ട്രാക്കിൽ ഓടിക്കുന്നവർ എപ്പോഴും നീ നോക്കിയത് ട്രാക്കിൽ വണ്ടി ഓടിക്കുന്ന ആളെ ജീവിതത്തിൽ പുള്ളിയുടെ എവിടെയൊരു R15 എന്നുള്ളൊരു സാധനം വന്നിരിക്കും ഫീച്ചറിൽ. ട്രാക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ട്രാക്ക് മോഡ് അതെന്ന് പറഞ്ഞാൽ ലൈക്ക് അതിട്ട് കഴിഞ്ഞാൽ പവർ മാറുമോ അങ്ങനത്തെ ഒന്നുമല്ല, ആ ലേ ഔട്ട് ചേഞ്ച് ആവും. അതായത് പവർ ബാൻഡ് മാത്രമേ നിന്നെ കാണിച്ചു കൊടുത്തുള്ളൂ. 6000 to 10,000 11,000 ഏതാണ് റെഡ് ലൈൻ അവിടെ വരെ അത് വലിയ ഇതിൽ കാണിച്ചു തരും. ടൈമിങ് വരും. അപ്പോൾ നിനക്ക് ഇപ്പോൾ ഇതിന് എന്താ നീ ട്രാൻസ്പോണ്ടർ ഒന്നും വെക്കാൻ പോകുന്നില്ല ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക്. അപ്പോൾ നിനക്ക് അത് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ആക്ച്വൽ ട്രാൻസ്പോണ്ടർ വെച്ചിട്ടുള്ള ടൈമിങ്ങിൻ്റെ അത്ര പ്രിസൈസ് ആയിരിക്കത്തില്ല. എന്നാലും നിനക്ക് നിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ ഇത് മതിയാവും. ഓക്കെ. പിന്നെ മറ്റേത് ആക്ടിവേറ്റ് ചെയ്യണേലും അങ്ങാണ്ട് ഇത് പാസോ ഹോണോ എന്തോ ടാപ്പ് ചെയ്യുകയാണ്. ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്. നീ ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ നീ ഒരു ട്രാക്കിൽ നീ ഒരു റെഫറൻസ് വെച്ച് ടാപ്പ് ചെയ്യുക, ഓരോ ലാപ്പ് നീ ടാപ്പ് ചെയ്യുക.
അല്ലെങ്കിൽ നീ എന്തോ ചെയ്യണ്ട, നീ വേറെ ആരെങ്കിലും വെളിയിൽ നിർത്തണടാ ഒന്ന് എൻ്റെ ടൈമിംഗ് ചെക്ക് ചെയ്യുന്നത്. അത് എന്തൊരു മെനക്കെട്ട പരിപാടിയാണ്. ഇത് നിനക്ക് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ്ലി അറിയാം. അല്ലെങ്കിൽ നീ അത് അറിയണേ പിറ്റി തിരിച്ച് നീനോട് ചോദിച്ചത് അത് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. നിനക്ക് ഓൺ ദ ഗോ തന്നെ ലാപ്പിനടക്കി ലാപ്പ് അറിയാം. അതിനകത്ത് കാണിക്കുകയും ചെയ്യും, ഓരോ ലാപ്പും കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഫീച്ചറാണ്. ഒരു റേസ് ബൈക്ക് എന്നുള്ള രീതിക്ക് വേണം. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ടി വി എസിനോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം RR310 മീറ്ററിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് വിഷയമാണ്. ഇതിൽ കൂടുതൽ ഡേറ്റ കിട്ടുന്നുണ്ട് മീറ്ററിൽ നിനക്ക് അന്നേരം കാണാൻ പറ്റില്ല, ആപ്പിനകത്ത് ഫുൾ ടെലിമെട്രി കിട്ടും നിനക്ക് നിന്റെ ഇൻ ഗിയർ ആക്സലറേഷൻ, നിന്റെ ഗിയറിങ്, നിന്റെ ബ്രേക്കിംഗ്, നിന്റെ ആക്സലറേഷൻ എല്ലാം പ്രോപ്പറായിട്ട് അതിൽ മാപ്പ് ചെയ്യും. സോ നിനക്ക് ആസ് എ ടെക്നിക്കൽ ഒരു റൈഡർ എന്നുള്ള രീതിക്ക് തന്നെ നല്ലതായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അത് ഞാൻ ട്രാക്കിൽ ഓടിച്ചപ്പോഴെല്ലാം റോഡിൽ ആണ് ആ സാധനം യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അന്ന് എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല എന്തോ ഈ സാധനമൊക്കെ കാണിക്കുന്നത് കൊള്ളാം. പക്ഷേ കാണാൻ രസം, നമ്മൾ ഏത് ഗിയറിലാണ് ഓടിച്ചത്, കൂടുതൽ ഏതിലായിരുന്നു, എങ്ങനെ ആക്സലേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ട്രാക്കിൽ ഓടിക്കുന്നതിനെ പറ്റി പഠിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഓ മാൻ അത് സീനാണല്ലോ. ഒന്നുകൂടെ എനിക്ക് അതൊന്ന് ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ ഫീച്ചർ യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഡേറ്റ വേണം. ട്രാക്കിൽ എപ്പോഴും നമുക്ക് ആ ഡേറ്റ വേണം. അതാണ് റേസ് ടീംസ് എന്നൊക്കെ പറഞ്ഞാൽ. അതിനാണ് നമ്മളൊരു റൈഡർ ആണെങ്കിൽ കൂടിയും നമ്മളെക്കാളും അതിൽ പുറകിലെടുക്കുന്ന ആൾക്കാരാണ് പണിയെടുക്കുന്നത്. നമ്മുടെ ആ ഡേറ്റ അനലൈസ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് റേസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ പ്രാന്തനെ പോലെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് എങ്ങും എത്താൻ പോകുന്നില്ല. അത് ഹൈ വെറൻസ് വീഡിയോസൊക്കെ കാണാൻ 160 ഓടിക്കുന്നത്. അവർ വിചാരിക്കുന്നത് അവർ ഭയങ്കര സ്കിൽഡാണ്. ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നു, എനിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി അങ്ങനല്ല. അവരത് ഭയങ്കര ഒരു ഫൂളിഷ്നെസ് ആണ് കാണിക്കുന്നത്. അവരാദ്യമേ ബ്രേക്ക് പിടിക്കുന്നതിന്റെ ബാക്ക് ബ്രേക്കാ, ക്ലച്ചും കൂടെ ചേർത്ത് അപ്പോൾ അത് പറഞ്ഞിട്ട് അത് വിടുക. ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയാണ് ആളുകൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഞാനൊരു R15 എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാനൊരു വലിയ റൈഡറായി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെ അല്ലെന്നുള്ളത് ഒരു ട്രാക്ക് സ്കൂളിൽ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങും എത്തിയിട്ടില്ലെന്നുള്ളത് അന്നേരം. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു R15 എടുത്തിട്ട് പഠിച്ച് ശേഷം മതിയോ ഈ KTM? അങ്ങനെയൊന്നുമില്ല, അത് നിന്റെ പ്രിഫറൻസ് ആണ്. നിന്റെ ലെവൽ ഓഫ് സ്കില്ലും നീ എങ്ങനെ പെട്ടെന്ന് നീ ലേൺ ചെയ്യുന്നു എന്നുള്ളതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എങ്ങനെ നമുക്ക് അത് ലേൺ ചെയ്യാൻ പറ്റുന്നത്? റോഡിൽ ഓടിച്ചിട്ട് എന്തായാലും ഇല്ല, ട്രാക്കിൽ തന്നെ ഓടിക്കണം. റോഡിൽ ഓടിച്ച് പഠിക്കുക എന്നുള്ളത് വിട്ടേക്കുക, നടക്കത്തില്ല. ട്രാക്ക് തന്നെ വേണം. ട്രാക്കിൽ നിങ്ങൾക്ക് റൈഡിങ് ബെറ്റർ ആക്കാൻ, നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽസ് പഠിക്കാൻ ട്രാക്ക് തന്നെ വേണം. ട്രാക്കിൽ ഓടിച്ച് നീ അത് ബെറ്റർ ആയി കഴിഞ്ഞാൽ 200% നീ റോഡിൽ സേഫ് ആയിരിക്കും. അവർ വന്നിട്ട് റോഡിൽ സ്പീഡിങ് ഒരിക്കലും ചെയ്യത്തില്ല, ഒരു കാരണവശാലും അവർ ചെയ്യത്തില്ല. അവർക്ക് ചെയ്യാൻ തോന്നത്തില്ല. അപ്രിലിയ ഇപ്പം എല്ലാവരുടെയും നീ റിവ്യൂക്കകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാണാം അപ്രിലിയ ടു മച്ച് കമ്മിറ്റഡ് ആണ്. നോട്ട് ആസ് മച്ച് ആസ് R15. അത് പറ, അതിനെ പറ്റി പറ. അത് ലോവർ ബോഡി കമ്മിറ്റഡ് ആണ് ഇതിനേക്കാളിലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് അപ്പർ ബോഡി നമുക്ക് കുറച്ചുള്ള. നീ R15 അപ്രിലിയയുടെ റിവ്യൂ നീ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് R15 കൂടുതലും കൂടെ അവർ ട്രാക്ക് എന്നുള്ള ഒരു സംഭവം വളരെ അതുപോലുള്ള പ്രൊഫഷണൽസേ പറയാറുള്ളൂ. അല്ലാത്തവരെല്ലാവരും പറയുന്നത് ഈ വണ്ടി റോഡ് വണ്ടി, ആ വണ്ടി കാരണം 155 cc വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ലുക്ക് R1 ഉള്ളത് കൊണ്ട്. പക്ഷെ നീ അപ്രിലിയ റിവ്യൂ നോക്കണം. അപ്രിലിയ എല്ലാം ട്രാക്ക്. പക്ഷേ എനിക്കത് ട്രാക്കിനേക്കാളും റോഡിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത അടി മേടിക്കാനുള്ള ഇല്ല, ഞാൻ ട്രാക്കിൽ ഓടിച്ചാ അത് ട്രാക്കിൽ ഓടിച്ചതിനേക്കാളും സൂപ്പറായിട്ട് തോന്നിയത് ശരണ്ടെ നിഞ്ച 300 ട്രാക്കിൽ ഓടിച്ചപ്പോഴാണ്. അതിനാ അത് ഭയങ്കര രസമായിരുന്നു ഓടിക്കാൻ. രസം എന്ന് പറയുന്നത് അത് ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആണ് നമ്മളോട്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ആ വണ്ടി ഓടിക്കാൻ അപ്രിലിയേക്കാളും. അപ്രിലിയ അടിപൊളിയാണ്, ട്രാക്കിലില്ലെന്നല്ല. അപ്രിലിയ എനിക്ക് 50-50 യൂസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. റോഡിൽ നിനക്ക് ടൂറിങ് ചെയ്യാം, ട്രാക്കിലും കൊണ്ട് നിനക്ക് ഓടിക്കാം. കാരണം അപ്രിലിയ ലുക്ക് വൈസ് ആണ് അവർ ഇത്രയും ലുക്ക് വൈസ് ഉണ്ട്. അത് അപ്രിലിയ RS സീരീസ് എന്നുള്ള ഒരു സാധനമുണ്ട്. പക്ഷെ അത് നന്നായിട്ട് ട്രാക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. RTR 200 എങ്ങനെയുണ്ട്? RTR 200 എപ്പോഴും അങ്ങ് അഡ്വർടൈസ്മെന്റ് RTR 200 ഒന്നും എടുത്തൊന്നും ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്കും അങ്ങനെ വലിയ സുഖം തോന്നുന്നില്ല. അത് അവരത് കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. പക്ഷെ അത് ഒട്ടും വർക്കൗട്ട്. അത് വെച്ച് അത് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നീ മറ്റേ ഇതിനകത്ത് മീഡിയ ഓടിക്കുന്നത് അതേലാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഞാൻ പല റീൽസിനകത്തും കണ്ടിട്ടുണ്ട് ഈ സാധനം. എൻജിൻ ബ്രേക്കിംഗ് പ്ലസ് ABS എന്നുള്ള സാധനം ഭയങ്കര പുകഴ്ത്തി. ഈ കാര്യം എത്ര സ്പീഡിൽ പോയാലും അതിൽ നിർത്താന്നുള്ള വെറുതെ അത് സ്വപ്നങ്ങളാണ്. ഇന്നലെ എൻ്റെ നമ്മുടെ ഇതിനകത്തൊരു കമന്റ് വന്നായിരുന്നു, ബ്രോ ഈ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേന് ബ്രേക്കിന് ഇങ്ങനെ സീൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കമന്റ് ഒരുത്തന്നിട്ട് റിപ്ലൈ ഇട്ടേക്കുവാണ്, ബ്രോ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന എൻജിൻ ബ്രേക്കിങ്ങും ബാക്ക് ബ്രേക്കുമാണ്, ഞാൻ ഫ്രണ്ട് ബ്രേക്ക് മുടുക്കൻ. അവന്റെ എത്ര കോൺഫിഡൻസോടാണ് തെറ്റ് പറയാനുള്ളതാണ്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ. ഈ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ബ്രേക്കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രാക്കിൽ അങ്ങനെ ആരും ഇന്റൻഷനലി എൻജിൻ ബ്രേക്ക് യൂസ് ചെയ്യാറില്ല. അതറിയത്തില്ല. നീ ട്രാക്കിൽ എൻജിൻ ബ്രേക്കിംഗ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാക്ക് 90% ആൾക്കാരും ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ഫ്രണ്ട് ബ്രേക്ക് മാത്രം. പാളി വീഴ് കൊടുക്കാം.
എന്നിട്ട് നീ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്റെ എഞ്ചിൻ ബ്രേക്കിംഗ് എൻഗേജ് ആവുന്നുണ്ട്. അല്ലാണ്ട് നീ ട്രാക്കിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യാറില്ല. ട്രാക്കിൽ അടുത്ത ഓണാണ്. അപ്പോൾ അവിടെ നിനക്ക് എത്ര ഡിസ്റ്റൻസിൽ നിനക്ക് എഞ്ചിൻ ബ്രേക്ക് അവിടെ ആക്റ്റീവ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നീ 150 വന്നിട്ട് ആ എഞ്ചിൻ ബ്രേക്ക് യൂസ് കഴിഞ്ഞാൽ ആ വണ്ടി നിൽക്കാൻ പോകുന്നില്ല. ആ വണ്ടി നല്ല ഒരു വണ്ടി നിൽക്കാൻ പോകുന്നില്ല. അവിടെ നീ ഹെവി നിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് നിൻ്റെ റൈറ്റ് ഗിയറിലേക്ക് നീ നിൻ്റെ വണ്ടി ഇടുകയാണ്. 6th വരുന്ന വണ്ടിയെ നീ 3rd ഇടുകയാണ് ഒരു കോർണർ എടുക്കാൻ വേണ്ടി. അപ്പോൾ നീ ആലോചിച്ച് നോക്കുക, അത്രയും സ്പീഡ് നീ ഒരു 150 ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലാണ് ആക്ച്വലി ട്രാക്കിൽ. അതൊക്കെ ബിഗിനേഴ്സ് ചെയ്യുന്ന ഡിസ്റ്റൻസുകളാണ്. പ്രോസൊക്കെ 50-ലൊക്കെയാണ് ബ്രേക്ക്. ആലോചിച്ച് നോക്കടാ, 160 വരുന്നൊരു വണ്ടി നീ 50 മീറ്റർ ഡിസ്റ്റൻസിൽ 160 അതിന് 60 കിലോമീറ്ററിന് ഉള്ളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തോരം ഹെവി ആയിട്ടാണ് അവിടെ അത് ആക്ട് ചെയ്യുന്നത്. അപ്പം നീ ബ്രേക്ക് ദൈവത്തെ വിളിച്ച് നീ ബ്രേക്ക് പിടിച്ച് നീ കറക്റ്റ് ഗിയറിൽ ഇട്ട് നിന്റെ അടുത്ത കോർണർ എൻട്രിയാണ് നോക്കുന്നത് അവരവിടെ. പ്രത്യേകിച്ച് GT പോലത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞ് വാലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചു പോകുന്നത്. പക്ഷെ അത് അവർ റേസ് ചെയ്യുന്നതാണ് ഒരു ബ്യൂട്ടിയാണ്. ഞങ്ങളുടെ റേസ് അവരുടെ റേസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അവരുടെ ഫ്ലോയിങ് ആണ് റേസ്. അങ്ങനെയല്ല, പറക്കിയൊക്കെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ വരുന്ന സമയത്ത് എൻജിൻ ബ്രേക്കിംഗ് കൊണ്ട് നിൻ്റെ വണ്ടി നിർത്തമല്ല. എൻജിൻ ബ്രേക്കിംഗ് അവിടെ നീ യൂസ് ചെയ്യുന്നത് നിൻ്റെ റിയർ വീലിനെ കൺട്രോൾ ചെയ്യാനും നിനക്ക് നിൻ്റെ കറക്റ്റ് ഗിയർ സ്ലോട്ട് ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യണം. ആ 3rd വന്നിട്ട് നീ പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്ക് സ്കിഡാകും. അതിനാണ് നമുക്ക് ഈ സ്ലിപ്പർ ക്ലച്ച് ഒക്കെ തന്നിരിക്കുക. എന്നാലും ആ സ്ലിപ്പർ ക്ലച്ചിനെക്കാളിലും ലോഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്ക് ഹോപ്പ് ചെയ്യും. അത് പറയുമ്പോൾ GT ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടോ? ഇല്ലില്ല, സാധാ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല, സ്ലിപ്പർ ക്ലച്ച് ഇല്ല, ഒന്നുമില്ല. അത് നീ പോകുന്ന പോക്കി നന്നായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പോകാം. അല്ല, അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര കൺസേൺ ഉള്ള ഒരു സാധനം. ഇതെല്ലാം റോഡിൽ സേഫ്റ്റിക്കുള്ള സാധനങ്ങളാണ്. നീ റോഡിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നിനക്ക് നിന്റെ വണ്ടി പെട്ടെന്ന് ഹാൻഡിലൊരു പട്ടി ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ബ്രേക്ക് സ്ലിപ്പർ ക്ലച്ച് GTയിൽ വേണ്ടുന്ന ഒരു സാധനം ആണ്. റേസിംഗിൽ വേണ്ടതാണ്, അത് നല്ലതായിട്ട് ആ വണ്ടിക്ക് വേണ്ടതാണ്. പക്ഷെ അത് കൊടുത്തില്ലെന്ന്. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബിഗിനേഴ്സിന് അത് പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ അത്ര ക്രോസ് ചെയ്യുന്ന പോലെ നമ്മൾ അഗ്രസീവായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ 6th ഗിയറിൽ നിങ്ങൾ 3rd ഗിയറിലോട്ട് എന്ത് ആയാലും വന്നു കഴിഞ്ഞാൽ ആ ബാക്കിനൊരു ചെറിയ അൺസെറ്റിൽമെന്റ് ഉണ്ടാവും അവിടെ. അത് നിന്റെ ക്ലച്ച് റിലീസിലാണ് പിന്നെ ബാക്കി കളി. നീ എന്തോരം കോഷ്യസ് ആയിട്ടാണ് ആ ക്ലച്ച് റിലീസ് ചെയ്യുന്നത്. അതിൽ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഓരോന്നിൻ്റെ ഇടയ്ക്കും ജസ്റ്റ് ഫെദർ ചെയ്ത് വിടും ക്ലച്ച്. അല്ലാണ്ട് നീ സ്ട്രെയിറ്റ് 60 വന്നിട്ട് ടങ് 3 കൈ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നിന്റെ ബ്രേക്കിംഗ് അത്ര പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റെപ്പ് ഔട്ട് ആവും. ബ്രേക്കിംഗ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ നീ ബ്രേക്കിൽ വണ്ടിയെ നിർത്താൻ നോക്കുക മാക്സിമം. അവിടെ നീ എഞ്ചിൻ ബ്രേക്കിംഗ് എന്നുള്ള സാധനം, അവിടെ എഞ്ചിൻ ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞില്ല, അത് പാർഷ്യലി അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് മാത്രമാണ്. അത് ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യാറില്ല, ആരും ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ റൈഡിങ് ടെക്നീക്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലുള്ള എഞ്ചിൻ ബ്രേക്കിംഗ് അല്ല അവിടെ. അത്രയും ഡിസ്റ്റൻസിൽ ഓരോ ഗിയർ ഇട്ട് ആ സാധനം അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ട്രാക്കിൽ അങ്ങനെ വർക്ക് ആവാറില്ല. R15 കയ്യിൽ ഉള്ളവൻ എന്താണെങ്കിലും ട്രാക്ക് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലതാണ് എക്സ്പീരിയൻസ് ആയാലും. പക്ഷേ അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആളുകൾ അതിലോട്ട് പോകത്തില്ല. ഇല്ല, നിന്റെ സേഫ്റ്റി ഉൾപ്പെടെ നിനക്ക് കൂട്ടാൻ പറ്റും, നിനക്ക് ടെക്നിക്സ് കൂട്ടാൻ പറ്റും, എല്ലാം കൂട്ടാൻ പറ്റും. സോ നിങ്ങൾ ഏതെല്ലാം ഇതൊക്കെ അവർക്കും അറിയാവുന്ന എല്ലാം കൂടുമെന്ന്. പക്ഷേ പൈസ വേണ്ട ഇതിനെല്ലാം. ഏറ്റവും മിനിമം നിനക്കൊരു 20,000 രൂപയിലും വേണം 2 ദിവസം ട്രാക്കിൽ വണ്ടി ഓടിക്കാൻ എന്ന് നീ ആലോചിക്കണം. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ചുമ്മാ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് 2,50,000 രൂപയുടെ വണ്ടി മേടിച്ചിട്ട് അതിന്റെ അളവ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോഴാവും പറഞ്ഞത് 20,000 ഇനി ട്രാക്കിലുണ്ടാക്കാൻ പോകണമെന്ന്. അതാണ് ആളുകളുടെ ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം അതാണ്. ഇതുകൊണ്ടൊക്കെയാണ് R15 റോഡിൽ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ പറയാം. അല്ലാണ്ട് റോഡിൽ എടുക്കണോ വേണ്ടയോ ട്രാക്കിൽ പോകണോ അതൊക്കെ പിന്നത്തെ കാര്യം. ഈ കാരണങ്ങൾ കൊണ്ടാണ് R15 നിങ്ങൾക്ക് നടുവേദന തരുന്നതും നിങ്ങൾക്ക് ഓടിക്കുമ്പം ഡിസ്കംഫേർട്ട് തരുന്നതും. ഈ റോഡിൽ നമുക്കത് ഡിസ്കംഫർട്ട് ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ട്രാക്കിലാണ്. അവിടത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയാണിത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, ട്രാക്കിൽ ഓടിക്കാം, റോഡിൽ ഓടിക്കാം, ഓഫ് റോഡ് ഓടിക്കാം, ഇവിടെ വേണമെങ്കിൽ ഓടിക്കാം. നന്ദി, നമസ്കാരം.